ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മിക്സഡ് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ ബിരിയാണി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കിട്ടണം. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് തക്കാളിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി വെന്ത് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയുടെ പേസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ചധികം തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് തൈര്, പുളിയുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ബീഫിലേക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ബീഫിലേക്കെല്ലാം ഈ മസാലകളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ബീഫ് വേവിച്ച വെള്ളമാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെള്ളം തിളച്ച് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനൻ്റെ ഇല കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ദം ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു വാഴ ഇലയോടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മുകളിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.